കമ്പനി മുട്ടായി അല്ലാത്ത എന്തെങ്കിലും മുട്ടായികളോ അങ്ങനെയൊന്നുമില്ല ചേട്ടാ. ഇങ്ങനെ ഇത് കറക്റ്റായിട്ട് എവിടെ നിന്ന് ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? അറിയത്തില്ല. ഞങ്ങൾ പിന്നെ ഇവിടുന്ന് എടുക്കുന്ന ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയുന്നൊരു മുട്ടായില്ലേ, അതിൽ പേരടിക്കാതെ വരത്തില്ലല്ലോ. അങ്ങനെ കുട്ടികൾ അധികമായിട്ട് മേടിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ചേച്ചിക്ക്? ഇല്ല. എക്സൈസ് വകുപ്പ് ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പരിശോധനയാണ് സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ മൈലപ്രയിലാണ് ഞങ്ങളുള്ളത്. ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്തുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തുകയാണ്. എന്തെങ്കിലും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ വിൽപ്പന നടത്തുന്നുണ്ടോ എന്നറിയാനാണ് ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്നത്. മുഴുവൻ സ്ഥാപനങ്ങളിലും കയറി പരിശോധന തുടരുകയാണ്. വരും ദിവസങ്ങളിലും ശക്തമായ രീതിയിൽ തന്നെ പരിശോധനയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എക്സൈസ് വകുപ്പ് പറയുന്നത്. സ്കൂളുകളുടെ പരിസരത്ത് നമുക്കിവിടെ മുട്ടായികൾ, കമ്പനി മുട്ടായി അല്ലാത്ത എന്തെങ്കിലും മുട്ടായികളോ അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല. അത് വർഷങ്ങളായിട്ടില്ല. ഇഞ്ചിപ്പുളി മുട്ടായി ഈ ലേബലിംഗ് ഇല്ലാത്ത ഇഞ്ചിപ്പുളി അങ്ങനെ എന്തെങ്കിലും സാധനമായിട്ട് അങ്ങനത്തെ ഉണ്ടല്ലോ. അതായത് നേരത്തെ മുതലേ ഉള്ള സാധനം അല്ലാതെ പുതുതായിട്ട് ഒന്നും ഈ പ്രാവശ്യം പ്രത്യേകിച്ച് കൂടുതലൊന്നും വന്നിട്ടില്ല. നമ്മുടെ ഈ ഇഞ്ചിപ്പുളി മുട്ടായൊക്കെ, ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയുന്നൊരു മുട്ടായില്ലേ, അതിൽ പേരടിക്കാതെ വരത്തില്ലല്ലോ. കുട്ടികളെ എപ്പോഴും അങ്ങനെ കുട്ടികൾ അധികമായിട്ട് മേടിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ചേച്ചിക്ക്? ഇല്ല. ഞങ്ങൾ പത്തനംതിട്ട എക്സൈസാണ്. ഇവിടെ മുട്ടായികൾ കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള പുളിമുട്ടായിയോ അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനത്തെ മുട്ടായികളൊന്നും ഇല്ല. ആ ചേട്ടാ, ഇങ്ങനെ ഇത് കറക്റ്റായിട്ട് എവിടെ നിന്ന് ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? അറിയത്തില്ല. ഞങ്ങൾ പിന്നെ ഇവിടുന്ന് എടുക്കുന്ന കോയമ്പത്തൂരിൽ നിന്നാണ് ഇവരിത് ഉണ്ടാക്കുന്നത്. ഇത് കുട്ടികൾ വരാറുണ്ടോ ഇവിടെ? അല്ലാതെ സ്കൂളിന് സമീപത്തെ കടകളിൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. നിലവിൽ സ്കൂളുകൾക്ക് സമീപമുള്ള കടകളിൽ എന്തെങ്കിലും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതായിട്ട് സംബന്ധിച്ച് പരാതിയോ ആക്ഷേപങ്ങളോ ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും ആ കടകളിൽ കയറി ഈ വിറ്റാലുണ്ടാകുന്ന നിയമവശങ്ങളെക്കുറിച്ച് അവർക്ക് അവബോധം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഈ സ്കൂളുകൾക്ക് സമീപമുള്ള കടകളാണല്ലോ, അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആൾക്കാരോ പുറത്തുനിന്നുള്ളവരോ സ്കൂൾ ടൈമുകളിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് അറിവ് നൽകണമെന്നത് സംബന്ധിച്ച് ഇവരുടെ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. അതാണ് പൊതുവെ സ്കൂൾ പരിസരത്തുള്ള കടകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തു വരുന്നത്. അതേപോലെ തന്നെ സ്കൂളുകളുടെ സമീപ പ്രദേശങ്ങളിൽ രാവിലെയും വൈകുന്നേരവും സ്കൂൾ വിടുന്ന സമയങ്ങളിലും അതേപോലെ തന്നെ രാവിലെ സ്കൂൾ ആരംഭിക്കുന്ന സമയത്തും എക്സൈസിൽ മഫ്റ്റിലുള്ള ആൾക്കാർ നിരീക്ഷണം നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ പട്രോളിംഗ് പാർട്ടി ആ ഭാഗങ്ങൾ പട്രോൾ ചെയ്ത് പോകുന്നുണ്ട്. അതാണ് ഇപ്പോൾ നിലവിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ. സ്കൂൾ തുറക്കലുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിവരുന്ന പ്രവർത്തനം തന്നെയാണ്. അതേപോലെ ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായിട്ട് ഈ പരിശോധനകൾ കൂടുതൽ കർശനമായി നടത്തി വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്കൂളുകളിലെ ലഹരി വിരുദ്ധ ക്ലബ്ബുകളെല്ലാം പുനഃസംഘടിപ്പിച്ചുകൊണ്ട് നല്ല ലൈവാക്കിക്കൊണ്ട് അവിടെ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ച് അത്തരത്തിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും സ്കൂളുകളുടെ സമീപ പ്രദേശങ്ങളിൽ പരിശോധനകൾ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതായിട്ട് ആക്ഷേപമുണ്ടാകുന്ന പരാതി ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ സ്കൂളുകളിലേക്ക് കുട്ടികൾ കടന്നു വരുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള കടകളിലും പരിശോധനകൾ നടത്തി നടപടി സ്വീകരിക്കുന്നുണ്ട്. അല്ല, അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഈ ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയുന്ന ആ മുട്ടായികളുണ്ടല്ലോ,
അപ്പോൾ അതിലെന്തെങ്കിലും അങ്ങനെയുള്ള കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിൽ കൂടുതലായിട്ട് കുട്ടികൾ അത് മേടിക്കാനായിട്ട് കടന്നു വരുന്നോ എന്തെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരോട് ആ കാര്യങ്ങൾ വിവരങ്ങൾ ആരായുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ള അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. ശക്തമായ പരിശോധന പത്തനംതിട്ട നഗരത്തിൽ നടക്കുകയാണ്. പത്തനംതിട്ട നഗരത്തിൽ മാത്രമല്ല, സ്കൂളുകളുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ കടകൾ കേന്ദ്രീകരിച്ചും സ്കൂളുകളുടെ ചുറ്റുവട്ടത്തുള്ള ഒഴിഞ്ഞ കെട്ടിടങ്ങൾ, അതേപോലെ തന്നെ സ്കൂളിൻ്റെ കളിസ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പരിശോധനയുടെ പരിധിയിൽ വരുന്നുണ്ട്.